ഭൂമിയുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കലും റെക്കോർഡ് പ്രദർശനവുമായി തൃക്കടവൂർ വില്ലേജ് ഡിജിറ്റൽ റീസർവേ സംഘടിപ്പിച്ചു. കൊല്ലം സബ് കളക്ടർ നിശാന്ത് സിഹാര ഉദ്ഘാടനം നിർവഹിച്ചു. വസ്തു വിൽക്കലും വാങ്ങലുമൊഴിച്ച് വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇനി ഡിജിറ്റലായി മാത്രമാകും നടത്തുക. This program of digitizing all the land records in whole of Kerala is a very revolutionary thought. I would say first in whole of country that we are doing this type of program at a very big scale under the leadership of Samba Siva sir, and in the district Salim has been doing a very commendable job, I would say, because Kollam is second in all of Kerala regarding digitizing the survey record. So I would like to congratulate Salim team, Sheila, Tehsildar and everyone. സ്ഥലം കൃത്യമായി അളന്നിട്ടുണ്ട്, പേര് വിവരങ്ങൾ മാറിയിട്ടില്ല, ഫോൺ നമ്പർ മാറിയിട്ടില്ല എന്നിങ്ങനെ പല അറിയിപ്പുകളും ഡിജിറ്റൽ റീസർവേ പോർട്ടലായ എൻ്റെ ഭൂമിയിലൂടെ ഇനി അറിയിപ്പായി ലഭിക്കും. എല്ലാവരും എൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ അവരവരുടെ ഭൂമി സംബന്ധമായ രേഖകൾ നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലാത്തപക്ഷം റീസർവേ ചെയ്യാൻ കഴിയില്ല. ഡിവിഷൻ കൗൺസിലർ ഗിരിജ സന്തോഷ് അധ്യക്ഷയായിരുന്നു. സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സലീം വിഷയാവതരണം നടത്തി. 200 വില്ലേജുകളും ഡിജിറ്റൽ സർവേ നടത്തി 9-2 പ്രസിദ്ധീകരണം, അതായത് സർവേ അതിരടയാള നിയമം 9-2 പ്രസിദ്ധീകരിച്ച് റവന്യൂ ഭരണത്തിന് കൈമാറുന്ന അവസാന ഘട്ടത്തിലാണ്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലാണ്. അന്ന് നമുക്ക് കൊല്ലം 200 വില്ലേജുകൾ ഉണ്ടായിരുന്നതിൽ കൊല്ലം ജില്ലയിൽ 12 വില്ലേജുകൾ ഉണ്ടായിരുന്നത്. കൊല്ലം ജില്ലയിൽ ആ 12 വില്ലേജുകൾ നമ്മൾ അതിരടയാള നിയമം 9-2 പ്രസിദ്ധീകരിച്ച് അതിന്റെ പരാതികളെല്ലാം പരിഹരിച്ച് നമ്മൾ റവന്യൂ ഭരണത്തിൽ കൊടുക്കുന്ന അവസാന ഘട്ടത്തിലാണ്. ഡിവിഷൻ കൗൺസിലർമാരായ ഗിരിജ തുളസി, സിന്ധു റാണി, സ്വർണ്ണമ്മ, ടെൽസ തോമസ്, അഭിലാഷ് TR, ജാസ്മിൻ ജോർജ്, ഷീല കെ, പ്രശാന്തി ജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൂടുതൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ആളുകൾക്ക് കൂടുതൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണകൾ എന്തുവാണെന്നുള്ളത് ഇതേവരെ വന്നിട്ടില്ല. പലർക്കും പല ആശങ്കകളുണ്ട്. നമ്മുടെ സർവേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വസ്തുക്കൾ പോകുമോ, അങ്ങനെയൊക്കെയുള്ള പല പല ആശങ്കകളുണ്ട്. ഈ ആശങ്കകളൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ALC കൊട്ടാരക്കര സൂപ്രണ്ട് ബിജു കെ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.